Hello, welcome back to my channel Shajim MS. Hello my dear students, in this video I am trying to present you a topic that human resource planning. This video is based on the syllabus of 3rd Sem BCom Calicut University. Human resource planning. Human resource planning is come under the concept human resource management. You know the term planning. Planning means deciding in advance. നമ്മൾ ഏതൊരു ആളോട് കൊമേഴ്സ് പഠിക്കുന്ന ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും നമ്മൾ പറയും പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. വരാൻ പോകുന്ന ആക്ടിവിറ്റീസിനെ പറ്റി ഇപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് വയ്ക്കുക. ഹ്യൂമൻ റിസോഴ്സ്, ഒരു ഓർഗനൈസേഷന് വേണ്ട ഹ്യൂമൻ റിസോഴ്സിനെ പറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. എന്തിനാ ഇത് മാത്രം പ്ലാനിങ് വേണ്ട ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ കേസിൽ? ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് മാനേജ് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള റിസോഴ്സാണ് ആക്ച്വലി ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ റിലവൻസ് കൂടി വരികയാണ്. ഓരോ വർഷം കഴിയുന്തോറും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിലവൻസ് കൂടി വരികയാണ്. ഹ്യൂമൻ റിസോഴ്സ് ഒരു പ്ലാനിങ് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓർഗനൈസേഷന് ഇപ്പോൾ നമുക്കൊരു ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ആ ഓർഗനൈസേഷനിൽ നമുക്കൊരു 10 എംപ്ലോയീസിന് ആവശ്യമാണ്. ഈ 10 എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിച്ച് കയറ്റി 10 എംപ്ലോയീസിന് വെച്ചൊരു ബിസിനസ് നമുക്ക് തുടങ്ങുന്നത് സക്സസ്ഫുൾ ആവണമെന്നില്ല. നമുക്ക് വേണ്ട എന്താണ് ഏറ്റവും നല്ല ബെസ്റ്റ് 10 ഹ്യൂമൻ റിസോഴ്സിനെയാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ 10 പേര് ആവശ്യമായിട്ട് വരിക എന്ന് പറയുമ്പോൾ ആ 10 പേര് നല്ലതായിട്ട് നമുക്ക് എവിടുന്ന് കിട്ടണം? ആ 10 നല്ല പേരെ നമുക്ക് എവിടുന്ന് കിട്ടണം? അപ്പോൾ അത് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തുടങ്ങി കഴിഞ്ഞതിന് ശേഷമല്ല നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ടത്. അതിന് മുമ്പേ പ്ലാൻ ചെയ്യണം. നമുക്ക് വേണ്ട ഹ്യൂമൻ റിസോഴ്സ് ആരൊക്കെ ആയിരിക്കണം, അത് എവിടുന്നെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ അറിയേണ്ടത് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് എവിടൊക്കെ അവൈലബിൾ ആണ്, വാട്ട് ആർ ദ അവൈലബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, എവിടൊക്കെ ഹ്യൂമൻ റിസോഴ്സ് അവൈലബിൾ ആണ്. ഇനി എന്താണ് നമ്മളുടെ റിക്വയർമെന്റ്സ്? ഞാൻ നേരത്തെ പറഞ്ഞു 10 പേരെയാണ് നമുക്ക് ആവശ്യം. അപ്പം നമ്മുടെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് 10ഉം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എത്ര ആണെന്ന് പറയുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 5 പേരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിങ് നടത്താൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സക്സസ്ഫുൾ ആവില്ല. പക്ഷെ നമ്മളുടെ ഒരു നാടിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പക്ഷെ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് അല്ലെ. ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മാറ്റർ ആണത്. എത്രത്തോളം ക്വാളിറ്റി ഉള്ള റിസോഴ്സിനാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് റിസോഴ്സസിന് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഓരോരോ പൊസിഷനിലേക്ക് ഓരോരുത്തരും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ആവശ്യത്തിനുള്ള റിസോഴ്സ് നമുക്ക് എവിടുന്ന് കിട്ടുമെന്നൂടൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്രോസസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലിയർ കട്ട് പ്ലാനിങ് ഉണ്ടായിരിക്കും. വി ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് പ്ലാനിങ്. സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർഡ് ഫോർ ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേഷൻ ഓഫ് മാൻ പവർ റിക്വയർഡ് ഫോർ ആൻ ഓർഗനൈസേഷൻ. എൻ്റെ ഓർഗനൈസേഷനിൽ എത്ര മാൻ പവർ ആവശ്യമായിട്ട് വരും എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ന് പറയാം. ഓർ ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ ആഡ്ക്വേറ്റ് സപ്ലൈ ആൻഡ് ഒപ്റ്റിമം യൂസ് ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ ഹ്യൂമൻ റിസോഴ്സസ്. ഒരു ഓർഗനൈസേഷന് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ്, അതിന്റെ സപ്ലൈ, അവൈലബിലിറ്റി, എത്ര ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പിക്കണം. ആൻഡ് ഓൾസോ ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദീസ് റിസോഴ്സസ്. അപ്പോൾ വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു എംപ്ലോയി നമ്മൾ സ്ഥാപനത്തിലേക്ക് നിയമിച്ചതിന് ശേഷം അയാൾ ഏബിൾ എല്ലാം തോന്നുന്നത് മണ്ടത്തരമാണ്. അപ്പൊ നമുക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പൊ റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, അങ്ങനെയുള്ള എല്ലാ പോളിസികളും നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നെസസറി ടു എൻഷുർ ദ ആഡിക്വേറ്റ് സപ്ലൈ ആൻഡ് ഒപ്റ്റിമം യൂസ് ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ ഹ്യൂമൻ റിസോഴ്സസ്. സോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് മീൻസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർഡ് ഫോർ ആൻ ഓർഗനൈസേഷൻ, or it is necessary to ensure adequate supply and optimum use of the most valuable human resources. Or human resource planning means to maintain a balance between demand and supply. So it ensure a perfect match between demand and supply of human resources or manpower. ഓർഗനൈസേഷനിൽ ഒരുപാട് റിസോഴ്സ് ഉണ്ടാകാൻ പാടില്ല. ഒരുപാടായി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ റിസോഴ്സസ് ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ ഫണ്ട് ഒരുപാട് പോവുകയും ചെയ്യും. എന്നാൽ അതിന്റെ സ്കേഴ്സിറ്റി ഉണ്ടായി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാലും
അത് ഡിഫിക്കൽട്ടായിട്ട് നമ്മളെ ബാധിക്കും. നമ്മുടെ ഓർഗനൈസേഷൻ ഇഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ പ്ലാനിംഗ് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. സോ ദേ ഷുഡ് ഹാവ് എ ബാലൻസ് ബിറ്റ്വീൻ ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. So human resource planning makes sure that, or it ensures that, a perfect match between demand and supply of manpower. From the perspective of wider meaning, human resource planning means forecasting the skill, knowledge and abilities needed for job to meet the future requirements of the organization. Forecasting skill, knowledge and abilities needed for the job to meet the future requirements of the organization. ഒരു ഓർഗനൈസേഷൻ്റെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അതൊരു മാറ്ററാണ്. നമ്മളിപ്പോൾ അറ്റ് പ്രസന്റ് എനിക്ക് 10 പേരെ വേണം, പക്ഷെ തീർച്ചയായിട്ടും എൻ്റെ ബിസിനസ് ഒരു 5 വർഷങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ആവശ്യമായിട്ട് വരുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ 100 ആയിരിക്കുമെന്ന് എനിക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ 5 വർഷം കഴിയുമ്പോൾ ഇപ്പോഴേ ഞാൻ കരുതിയിരിക്കണം എന്നുള്ളതാണ്. അത്ര റിസോഴ്സ് നമുക്ക് ആ സമയത്ത് കിട്ടിയിരിക്കണം. അത് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തെങ്കിലേ അന്ന് ആ സമയത്ത് 100 പേരെ നമുക്ക് കിട്ടുകയുള്ളൂ. ആ സമയത്ത് പ്ലാൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും താമസമാവും. അത് നമ്മുടെ ബിസിനസ് നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ഇറ്റ്സ് എ ഫോർകാസ്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. വാട്ട് ആർ ദ മാറ്റേഴ്സ് ഇൻവോൾവ് ഇൻ ദിസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? It involves, that means, skill, knowledge, abilities needed for job to meet the future requirements of the organization. And also it involves the steps for initiating the sourcing of human resources. Steps for initiating the sourcing of human resources. നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സിനെ കിട്ടാനുള്ള സ്റ്റെപ്സ്, or it helps as an initiative for sourcing of human resources. നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും എന്ന് നമ്മളെ അതിനുവേണ്ടി മുൻകൈ എടുക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ് എന്ന ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. Definition of human resource planning. What is human resource planning? Manpower planning may be defined as the process of estimating manpower requirements and the means for meeting the requirements in order to carry out integrated plan of the organization. So it is estimating manpower requirements. We are estimating manpower requirements of the firm and the means for meeting the requirements. Not only estimating but also providing the means for meeting the requirements of the organization in order to carry out the integrated plan of the organization. നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് റൈറ്റ് ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മുൻപേ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് ആ റിക്വയർമെന്റ്സ് അനുസരിച്ച് അതിനെ മീറ്റ് ചെയ്യാനുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ടു ഇംപ്ലിമെന്റ് ദ പ്ലാൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ ഒരു ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതാണ്. മാൻ പവർ പ്ലാനിങ് മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് മാൻ പവർ റിക്വയർമെന്റ്സ് ആൻഡ് ദ മീൻസ് ഫോർ മീറ്റിംഗ് ദ റിക്വയർമെന്റ്സ് ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് ദ ഇന്റഗ്രേറ്റഡ് പ്ലാൻ ഓഫ് ദി ഓർഗനൈസേഷൻ. Then human resource planning has the following elements. It's very simple. That is, the following are the elements of human resource planning. That is, first one is, it's an integrated part of human resource management. Yeah, exactly. It is an integrated part of human resource management. Without planning, the successful implementation of the human resource management is not possible. So it's an integral part of the human resource management. So first element is that human resource planning is an integral part of human resource management. Then it is the process of estimating manpower requirements of an organization. Then what is human resource planning? Actually, it's a process of estimating manpower requirements of the organization. Then it's a continuous process. Definitely, it is a continuous process. Recruitment, selection, training, അങ്ങനെയുള്ള എല്ലാ സ്റ്റെപ്സിലും മാൻ പവർ പ്ലാനിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. എപ്പോഴും ഓർഗനൈസേഷനിൽ റിട്ടയർമെന്റോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ ബന്ധപ്പെട്ട് എന്ത് അൺസർട്ടനിറ്റിയും ഓർഗനൈസേഷനിൽ സംഭവിക്കാം. സോ അവിടെ എല്ലാം പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ്, പ്ലാനിങ്ങിന്റെ ഇൻഫ്ലുവൻസ് ആവശ്യമുണ്ട്. സോ ഹ്യൂമൻ റിസോഴ്സ് planning is a continuous process, or it aims at optimum utilization of human resources. Yeah, exactly. By human resource planning, the basic purpose of human resource planning is the optimum utilization of human resources of an organization. And it ensures the synchronization of demand and supply of human resources. ഓർഗനൈസേഷനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര റിക്വയർമെന്റ് ഉണ്ട്, എത്ര ഹ്യൂമൻ റിസോഴ്സാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ ആവശ്യമാണ്. ഇനി എന്താണ് നമ്മുടെ സപ്ലൈ? ഇത് എപ്പോഴും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കണം. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യത്തിന് ഹ്യൂമൻ റിസോഴ്സിന് കിട്ടും. നമ്മൾ സാധാരണ മാൻ പവർ ഇൻവെന്ററി എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കാം പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അതായത്
നമ്മൾ ഓർഗനൈസേഷനിലെ ഫ്യൂച്ചറിൽ ആവശ്യമാൻ സാധ്യതയുള്ള ഹ്യൂമൻ റിസോഴ്സിന് അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങൾ വരുമെന്ന് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഡേറ്റാബേസ് തയ്യാറാക്കും. നമ്മൾ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റികളായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പബ്ലിക് ഈ ജോബ് ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളായിട്ടൊക്കെ ടൈപ്പ് ഉണ്ടായിട്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു ഡേറ്റാബേസ് തയ്യാറാക്കി വെക്കും. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് അതിന് നമ്മൾ മാൻ പവർ പ്ലാനിങ് ഓർ ഇൻവെന്ററിങ് എന്ന് പറയും. അങ്ങനെ ഒരു ഡേറ്റാബേസ് നമുക്ക് ഉണ്ടെങ്കിൽ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് എപ്പോൾ വരുന്നു ആ സമയത്ത് സപ്ലൈ അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കും റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സിന്റെ പർപ്പസിനകത്ത് വരുന്നതാണ് അല്ലെങ്കിൽ അതിന്റെ എലമെന്റിനകത്ത് വരുന്നതാണ്. സോ ഇറ്റ് എൻഷുർ ദ സിങ്കർണൈസേഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഹാസ് ബോത്ത് എ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡയമെൻഷൻ. ഇറ്റ് ഹാസ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡയമെൻഷൻ, human resource planning. That means quantitative aspect of human resource planning deals with the forecasting of total number of manpower. Quantitative, or it can be measurable, that is quantitative term. The human resource planning has both quantitative and qualitative dimension. That means first of the objective or one of the objective of human resource planning is to make sure or to forecast the total number of manpower requirements of the organization. That is quantitative, total number of manpower. And the second, from the perspective of qualitative, it deals with the forecasting the term of skills and talents required for the organization. ആ ഓർഗനൈസേഷന് അവർക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, ടാലൻസ് എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്വാളിറ്റി. സോ നമുക്ക് രണ്ട് ഡയമെൻഷനിലും ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് കാണാൻ കഴിയും, ക്വാളിറ്റേറ്റീവ് ടൈംസ് ആൻഡ് ഓൾസോ quantitative terms. From the perspective of quantitative, it deals with the forecasting of total number of manpower required for the organization, and from the perspective of qualitative, it means forecasting the skills and the talents required for the organization. And the last element of human resource planning is that HRP or human resource planning has also time dimension. That means HR department makes both short term and long term forecasts of human resources. Or organization ഷോർട്ട് ടേമിലും ലോങ് ടേമിലും വേണ്ട ഹ്യൂമൻ റിസോഴ്സിനെ പറ്റി പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എന്തൊക്കെയാണോ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റ്? ഫസ്റ്റ്, അതായത് ഒരു ഓർഗനൈസേഷനിൽ എന്തിനു വേണ്ടിയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഒന്നാമത്തത്, ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം റിക്വയർമെന്റ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഫോർ ദി ഓർഗനൈസേഷൻ ടു അസസ്. One of the objective of human resource planning is that to assess short-term and long-term requirements of human resource for the organization. And second one, to initiate action for providing the right number of manpower at the right time. ഓർഗനൈസേഷനിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് നമ്പർ ഓഫ് മാൻ പവർ ആവശ്യമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാകണമെങ്കിൽ they should have a clear-cut plan. So another objective of human resource planning is that to initiate action for providing right number of manpower at the right time. And the third objective is that to ensure optimum utilization of manpower. Human resource-നെ ഏറ്റവും ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, that is optimum utilization of human resources. Then to anticipate the need for employees training and development. Human resource planning-ന്റെ another objective ആണ് ഓർഗനൈസേഷനിൽ എത്ര ട്രെയിനിങ് ആവശ്യമായിട്ട് വരും അല്ലെങ്കിൽ എന്ത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് അവിടെ ആവശ്യമായിട്ട് വരുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. സോ അനദർ ഒബ്ജക്റ്റീവ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഈസ് ദാറ്റ് ടു ആൻറ്റിസിപ്പേറ്റ് ദ നീഡ് ഫോർ എംപ്ലോയി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആൻഡ് സക്സഷൻ പ്ലാനിങ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ അവരുടെ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആവശ്യമാണ്. ആൻഡ് ഓൾസോ സക്സഷൻ പ്ലാനിങ്. ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ എംപ്ലോയീസിൽ അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തികളിൽ ഇപ്പോൾ ഒരു ഹയർ ലെവലിൽ ഇരിക്കുന്ന എംപ്ലോയി അയാൾ മാറിയാൽ തൊട്ടടുത്ത ആരാണ് ഏറ്റവും ബെസ്റ്റ് ആ സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നത്? ടു ഫെസിലിറ്റേറ്റ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആൻഡ് സക്സഷൻ പ്ലാനിങ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷനിൽ ഏറ്റവും നല്ല ഇപ്പോൾ ഏറ്റവും ടോപ്പിലിരിക്കുന്ന പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി അയാൾ മാറിക്കഴിഞ്ഞാൽ അയാൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റിയ അടുത്ത വ്യക്തി ആരാണെന്ന് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കണം. That's come under the category of human resource planning. That is what is called succession planning. So another objective of human resource planning is to facilitate management development and succession planning in the organization. And the next one is to exercise effective control on recruitment, training and the maintenance of human resources. That is another objective, to implement effective control on recruitment, training, maintenance of human resources. ബെറ്റർ റിക്രൂട്ട്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ, ബെറ്റർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് പ്ലാൻ. ദാറ്റ് ഈസ് ദ അനദർ ഒബ്ജക്റ്റീവ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.